ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ പിള്ളേരെ എല്ലാം സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് മലയിലെ പറമ്പിലോട്ട് കയറി വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി വന്നു. പിന്നെ ഇവിടെ വന്ന് ചൂലുണ്ടാക്കാനുള്ള ഓലയൊക്കെ വെട്ടിയിട്ടേക്കുന്നു. ഇനി ഇതൊക്കെ ചീവി പിറക്കി നമ്മൾ മിറ്റം അടിക്കാനുള്ള ചൂല് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേന് തെങ്ങുണ്ട്, തെങ്ങേന്ന് വീണ് കിടക്കുന്നതെല്ലാം വെട്ടിപ്പിറക്കി ഇവിടെ ഇരുന്ന് ചീവി ചൂലാക്കി കൊണ്ടുപോകും. അങ്ങനെ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് പ്ലാവേൽ ചക്ക മൂത്ത് കിടപ്പുണ്ട്. ചക്കയൊക്കെ ഇട്ടുകൊണ്ട് പോകണം. നമ്മളെ പറമ്പിൽ വരുമ്പോഴല്ലേ നമുക്ക് ചക്കയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഉണ്ടോ, നല്ല കാറ്റാട്ടോ. ഈ വാഴയെല്ലാം ഞാൻ നട്ടു വെച്ചാട്ടോ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം. പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ വാഴയുടെ ചോട്ടിക്കൂടെയും പോയി ഞാനൊരു കുഞ്ഞ് വിത്തുകളൊക്കെ പറിച്ചെടുത്ത് ഇവിടെ മൊത്തം ഈ നിൽക്കുന്ന വാഴ മൊത്തം ഞാൻ മലയിലുണ്ടായിരുന്നപ്പോഴത്തേന് നട്ടു വെച്ചതാണ്. ഇപ്പോൾ വേനലായതുകൊണ്ടാട്ടോ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് കയറി വരും. ഞാലിപ്പൂവനാണ് എല്ലാം. പിന്നെ ഇപ്പം നമ്മൾ വന്ന് ഇടയ്ക്ക് നേരം കിട്ടുമ്പോഴൊക്കെ വരുമ്പോൾ ഒരെണ്ണയൊക്കെ അതിൻ്റെ ചോട്ടിൽ നിന്ന് വിത്ത് പറിച്ച് നട്ടു വെക്കും. പിന്നെ പാക്കുണ്ട്, പാക്ക് പിറക്കുമായിരുന്നു ഞാൻ ഈ നേരം വരെ കേട്ടോ. ഒരു കവുങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് പിറക്കിയതുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് അതിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ നടന്ന് പിറക്കി. പിന്നെ ചക്ക പഴുത്തതാണോ എന്നറിയത്തില്ല, ഒരെണ്ണം അവിടെ ഇരുന്നത് പഴുത്തു പോയി. ചക്കയൊക്കെ ഉണ്ട് കേട്ടോ, ആയി വരുന്നതേ ഉള്ളൂ. ഇന്ന് ചക്ക ഇട്ടുകൊണ്ട് പോകണം. ഇപ്പോൾ പാക്ക് ആയ സമയം കേട്ടോ. പാക്കൊക്കെ പഴുത്തു. ഒരു കവുങ്ങിൻ്റെ ചോട്ടിൽ കൂടെ നടന്ന് കുറേ പിറക്കിയെടുത്തു. ഇനിയും കുറച്ചുകൂടെ പിറക്കാനുണ്ട്. നമ്മുടെ കൊടിയേല കുരുമുളകൊക്കെ പഴുത്ത് നിൽക്കുക കേട്ടോ. മലയിലെ കാഴ്ചകൾ. ആ ഒരു കവുങ്ങയില പാക്ക് വീണായിരുന്നു, അത് ഞാനെല്ലാം പിറക്കിയെടുത്തു. ഇനിയുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കയറി വരണം പാക്ക് പിറക്കാനായിട്ട്. ഒരു കുഞ്ഞു മാവാട്ടോ ഈ മാവിൻ്റെ പ്രത്യേകത, ഈ എൻ്റെ അമ്മുക്കുട്ടിയുടെ പ്രായമുണ്ട്. അമ്മുക്കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഇവിടെ വന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു മാവ് നട്ടു വെച്ചാണ്. പക്ഷേ ഇന്നേ വരെ ഈ മാവ് കായ്ച്ചിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ചാമ്പ, മുറ്റത്ത് നിൽക്കുന്ന ചാമ്പയാണേ. ചാമ്പയെ പൂ കിട്ടും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവത്തെ നിറച്ചും ചാമ്പങ്ങയായിരിക്കും. നല്ല പഴുത്ത് കിടക്കും. ചാമ്പയെ പൂ ഇട്ട് വന്നതേ ഉള്ളൂ. ഇതൊക്കെയാട്ടോ എൻ്റെ മലയിലെ കാഴ്ചകൾ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് ഒരു കവുങ്ങിൻ്റെ ചോട്ടിൽ കൂടെ പോയി ഇത്രയും പാക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി നല്ല പോലെ ഉണക്കി കഴിഞ്ഞ് ഇത് പൊളിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 5-6 കവുങ്ങുണ്ടാവും, എല്ലാം നിറച്ച് പാക്കുണ്ട്. അതിങ്ങനെ വീഴുമ്പം നമ്മൾ വന്ന് പിറക്കിയെടുക്കും. പിന്നെ അത് ഉണക്കിയിട്ട് ഇത് പൊളിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കണ്ടോ, ഇനിയുണ്ട് കേട്ടോ. ഇന്ന് മൊത്തം പാക്ക് പിറക്കാം കവുങ്ങിൻ്റെ ചോട്ടിൽ കൂടെ. പിന്നെ കുറച്ച് കുരുമുളക് ഞാൻ അതിൻ്റെ ചോട്ടിൽ കൂടെ എൻ്റെ കൈ എത്തുന്നിടത്തു നിന്നൊക്കെ ഞാൻ പറിച്ചെടുത്ത് വെച്ചേക്കുന്ന കുരുമുളകുണ്ട്. പക്ഷെ നമ്മൾ നോട്ടം എത്താത്തതുകൊണ്ട് കൊടിയെല്ലാം പോയി. നമ്മളിവിടെ ഉണ്ടെങ്കിലല്ലേ ഇതിൻ്റെയൊക്കെ ചോട്ടിൽ കൂടെ പോയി നടന്ന് നോക്കി പിറക്കി എടുത്താലേ ഇതിൽ നിന്നൊക്കെ വല്ലതും കിട്ടത്തുള്ളൂ. അല്ലേ നമുക്കൊന്നും കിട്ടത്തില്ല. ഇന്ന് പാക്ക് പിറക്കണം. ഇനിയുണ്ട് പിറക്കാനായിട്ട്. 3-4 കവുങ്ങിൻ്റെ ചോട്ടിൽ കൂടെ പോയി പിറക്കി നമുക്കിത് ഉണക്കി ഇത് പൊളിച്ച് കൊടുക്കണം. നല്ല ഭംഗിയാട്ടോ ഇവിടെയൊക്കെ കാണാനൊക്കെ. ഇതൊരു പ്ലാവ. അവത്തേലൊക്കെ ചക്കയായി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് ചിങ്ങം വരെ ചക്ക തിന്നാം കേട്ടോ. ചിങ്ങമാസം വരെ പ്ലാവേ ചക്കയുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചെറിയൊരു വീഡിയോസാട്ടോ, നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.